രാഹുൽ മാവേലിക്കരയാണ്. ഫുഡ് ആൻഡ് ട്രാവൽ വിത്ത് തടിയലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് നിൽക്കുന്ന സ്ഥലം നല്ലൊരു മീൻ വളർത്തുന്ന കുളമാണ്. നിറച്ച് മീനുകളൊക്കെ ഉണ്ട്. എന്താ പറയുക, ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ റെയ്മോളും അമ്മയും വൈഫും എൻ്റെ അമ്മയും ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഞാൻ അവർ സത്യം പറഞ്ഞാൽ അവരെ കൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്യിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് മോളിയാണ്. ഫിഷ് മോളി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഹായ്, ഞാൻ റെയ്മോൾ, ഇത് അമ്മ ലളിത. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് മോളിയാണ്. അതിന് ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. സിലോപ്പിയ എടുത്തിട്ടുണ്ട് 1 കിലോ, 2 സ്പൂണ് മൈദ വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്നതാണ്, നാടൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, 10 പച്ചമുളക് കീറി വെച്ചിരിക്കുന്നതാണ്, സർവ്വസുഗന്ധിയുടെ ഇല എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, 2 തക്കാളി, 1-ാം പാല്, 2-ാം പാല്, കടുക് പൊട്ടിക്കുന്നതിൻ്റെ ആവശ്യത്തിലായിട്ട് കുറച്ച് ചുമന്നുള്ളി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 5-6 സവാള, ഉപ്പ്, കടുക്, കുറച്ച് ഏലക്കായും ഗ്രാമ്പും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ്, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് പൊടി. ഇത്രയും ഐറ്റമാണ് നമുക്ക് ഫിഷ് മോളിക്ക് ആവശ്യമായിട്ട് ഉള്ളത്. പാത്രം ചൂടാകാൻ വെച്ചിരിക്കുകയാണ്. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയുടെ വെള്ളമയം ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ചെറുതീയിലാണ് ഇട്ടിരിക്കുന്നത്. ഉപ്പിട്ട് കൊടുക്കാം. സവാളയുടെ വെള്ളമയം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ. എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, സർവ്വസുഗന്ധിയുടെ ഇല ഇട്ട് കൊടുക്കാം. കൂടത്തിൽ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് വെയിറ്റ് ചെയ്യാം, 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിനി 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. രണ്ടാം പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ 2-ാം പാൽ ഒഴിച്ചു കൊടുത്ത് മീൻ വിട്ടിട്ടുണ്ട്. നമുക്കിനിയും ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ മൈദ ഇവിടെ കലക്കി വെച്ചിരിക്കുക, അത് ഒഴിക്കാം. അതായത് 2-ാം പാൽ ഒഴിച്ചു കൊടുത്തു. 2-ാം പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് വറ്റി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ മൈദ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1 തേങ്ങയുടെ പാലായിരുന്നു എടുത്തിരുന്നത്. ഇത് തേങ്ങയുടെ 1-ാം പാലാണ്. ഞാനത് ചേർത്ത് കൊടുക്കുന്നു. മൈദ ഒഴിച്ചതിന് ശേഷം ഞാൻ പാൽ ചേർത്ത് കൊടുക്കുന്നു. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്കായും ഗ്രാമ്പും പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വെക്കാം. കടുക് പൊട്ടിക്കാൻ പോവാണ്. ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി,
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പൊറോട്ട, ചപ്പാത്തി, ബ്രെഡ് ഇവയുടെ എല്ലാം കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഫുഡ് ആൻഡ് ട്രാവൽ വിത്ത് തടിയൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക.